ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളെ വലിച്ചിടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്തിടെ എസ്റ്റോണിയ എയർ സ്പേസ് റഷ്യ വയലേറ്റ് ചെയ്തു എന്ന വാർത്ത വന്നു. എസ്റ്റോണിയയ്ക്കുള്ളിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ കയറി. അതിനു മുൻപ് പോളണ്ട് എയർ സ്പേസിലും റഷ്യയുടെ ഡ്രോണുകൾ ബ്രീച്ച് ചെയ്തതായി ഒരു വാർത്ത വന്നിരുന്നു. ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സെപ്റ്റംബർ 21, 22 ഈ 2 ദിവസത്തിൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ കുറ്റാരോപണം റഷ്യക്ക് നേരെ നാറ്റോ നടത്തി. അതായത് റഷ്യയുടെ IL-20 സീരീസിലുള്ള ഒരു റെക്കോണസൻസ് എയർക്രാഫ്റ്റ്, ഇത് റഷ്യയുടെ ഒരു ചാരവിമാനം എന്ന് പറയാം, ഇത് ബാൾട്ടിക് രാജ്യത്ത് വെച്ച് ഞങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന് ജർമ്മനി ഒരു വാർത്ത പറഞ്ഞു. അതുപോലെ ഡെൻമാർക്കിലുള്ള വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടിൽ ഒരു 5 ഡ്രോണുകൾ, സാധാരണ സിവിലിയൻസ് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ അല്ല, 5 മിലിറ്ററി ഗ്രേഡ് ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എയർക്രാഫ്റ്റിനെ 2-3 മണിക്കൂറുകളോളം നിർത്തിവെച്ചിരുന്നു എന്ന് വീണ്ടും അത് റഷ്യക്ക് നേരെയുള്ള ഒരു കുറ്റാരോപണമായി ഉന്നയിക്കാൻ തുടങ്ങി. അപ്പോൾ നാറ്റോ റഷ്യക്ക് നേരെ തുടർച്ചയായി ഇങ്ങനെയുള്ള കുറ്റാരോപണങ്ങൾ ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ സൃഷ്ടിക്കുന്നത്? മാത്രവുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ജർമ്മനിയിലെ വ്യോമസേനാ വിമാനങ്ങൾ, നാറ്റോയുടെ യൂറോപ്യൻ ഈസ്റ്റേൺ ആർമിന് കീഴിലുള്ള വിമാനങ്ങൾ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, യൂറോ ഫൈറ്റേഴ്സ് ഉപയോഗിച്ച്. കൃത്യം പറഞ്ഞാൽ ബാൾട്ടിക് രാജ്യങ്ങളുടെ ന്യൂട്രൽ എയർ സ്പേസിലാണ് ഈ ഒരു സംഭവം നടന്നത്. ബാൾട്ടിക് രാജ്യത്തിന്റെ ന്യൂട്രൽ എയർ സ്പേസിൽ പറക്കുകയാണെങ്കിൽ അപ്പോൾ അതൊരു എയർ സ്പേസ് വയലേഷൻ അല്ലല്ലോ. പിന്നെയും ഇവർ എന്തുകൊണ്ട് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു? ഇത് പൂർണ്ണമായും നാറ്റോയുടെ ഭാഗത്തുള്ള തെറ്റാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇങ്ങനൊരു ഇന്റർസെപ്ഷൻ സംഭവിച്ചിട്ടില്ല. എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെല്ലാം ഇന്റർസെപ്ഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇന്റർസെപ്ഷൻ എന്നത് ഈ അകത്തേക്ക് വന്ന ഈ വിമാനങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തി അവരുടെ പക്കൽ നിന്നും പ്രോപ്പറായ റെസ്പോൺസ് അല്ലെങ്കിൽ അവരെ നിങ്ങൾ തിരികെ അവിടെ നിന്നും അയച്ചു എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഇന്റർസെപ്ഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഈ മാധ്യമ വാർത്തകളെല്ലാം പറയുന്നത്, ആ ഹെഡ്ലൈൻസ് ഒക്കെ നോക്കിയാൽ നാറ്റോ എയർ സ്പേസിനെ വീണ്ടും റഷ്യൻ ചാരവിമാനം വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് നാറ്റോ യുദ്ധവിമാനങ്ങൾ അവരെ തിരികെ അയച്ചു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. സത്യത്തിൽ അവിടെ സംഭവിച്ചത് അതല്ല. ഈ ചാരവിമാനങ്ങൾ അകത്തേക്ക് വരുമ്പോൾ കൂടുതലായും അവരുടെ ട്രാൻസ്പോണ്ടേഴ്സ് ഓൺ ആയിരിക്കില്ല. അത് നാറ്റോ യുദ്ധവിമാനങ്ങളായിരുന്നാലും യൂറോപ്യൻ യൂണിയനിലെ വിമാനങ്ങൾ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളായിക്കോട്ടെ, ചാരവിമാനങ്ങൾ, അതും റെക്കോണസൻസ് എയർക്രാഫ്റ്റ് കാറ്റഗറിക്ക് കീഴിൽ വരുന്ന ഈ വിമാനങ്ങൾ കൂടുതലായും അവരുടെ ട്രാൻസ്പോണ്ടേഴ്സ് ഓഫ് ചെയ്യും. സിവിലിയൻ എയർക്രാഫ്റ്റ് പറക്കുന്നതിനേക്കാൾ വളരെ ഉയരത്തിൽ മാത്രമേ ഇവ പറക്കുകയുള്ളൂ. എന്നാൽ നാറ്റോ റഡാർ ഈ വിമാനത്തെ പിക്ക് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ തൊട്ടടുത്തുള്ള അവരുടെ ക്യുക്ക റെസ്പോൺസ് ടീമിലുള്ള ജർമ്മനിയുടെ വിമാനങ്ങളെ അയക്കുന്നു. അങ്ങനെ ഒരു ക്ലോസപ്പ് ഡിസ്റ്റൻസിൽ പോയി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് റഷ്യയുടെ എയർക്രാഫ്റ്റ് ആണെന്ന്. അവർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഇവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള റെസ്പോൺസും റഷ്യയുടെ എയർക്രാഫ്റ്റിന്റെ പക്കൽ നിന്നും ലഭിച്ചില്ല. ശരി, ഇവർ ന്യൂട്രൽ എയർ സ്പേസിലാണ് പറക്കുന്നത്, ഇത് കാരണം ഏതൊരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ഉത്തരവാദിത്വം എസ്റ്റോണിയ എയർഫോഴ്സ് വിമാനങ്ങളുടെ പക്കൽ നൽകിയിട്ട് ഈ വിമാനങ്ങൾ അവരുടെ ബേസിലേക്ക് തിരികെ പോയി. സത്യത്തിൽ ഇതൊരു വലിയ വയലേഷൻ ഒന്നും അല്ല സംഭവിച്ചത്. എങ്കിൽ പോലും നാറ്റോയിലുള്ള രാജ്യങ്ങൾ ഇതിനെ വലിയ വാർത്തയായി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നാറ്റോ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ചെറിയ വയലേഷൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അവിടെ റഷ്യയുടെ പേര് വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെൻമാർക്കിൽ നടന്ന സംഭവം ഇതിന് വലിയൊരു ഉദാഹരണമായി തന്നെ മാറിയിട്ടുണ്ട്. ഡെൻമാർക്കിലെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടായ കോപ്പൻഹേഗൻ, ഇതവരുടെ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ്. UK ടൈം അനുസരിച്ച് ഇന്നലെ വൈകുന്നേരം ഒരു 7:46 ഈ എയർപോർട്ടിന് മുകളിൽ 5 ഡ്രോണുകൾ പറന്നു. 3 ലാർജ് സൈസ് ഡ്രോണും 2 മീഡിയം സൈസ് ഡ്രോണും പറക്കുന്നു. ഇത് അവരുടെ എയർക്രാഫ്റ്റ് കൺട്രോൾ റൂം വഴി നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചതിന് ശേഷം റഷ്യയുടെ ഡ്രോണുകളാണ് അകത്തേക്ക് വന്നത്. നമ്മുടെ എയർപോർട്ടിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി റഷ്യ അവരുടെ ഡ്രോണുകളെ അകത്തേക്ക് അയച്ചു എന്ന രീതിയിൽ ഒരു വലിയ വാർത്ത പടരാൻ തുടങ്ങി. ഈ വാർത്ത പുറത്ത് വന്നതിനനുസരിച്ചതുപോലെ തന്നെ ആ എയർപോർട്ടിന്റെ എയർ ട്രാഫിക് പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നു. വിമാനങ്ങളൊന്നും തറ ഇറങ്ങാൻ പാടില്ല, താഴെയുള്ള വിമാനങ്ങളൊന്നും ടേക്ക് ഓഫ് ആകാനും പാടില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. 3 മണിക്കൂറോളം ഈ എയർപോർട്ടിനെ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലോസ് ആയതിനു ശേഷം അവിടെ ലാൻഡ് ആകേണ്ട ഒരു 15 എയർക്രാഫ്റ്റ്സിനെയോളം മറ്റൊരു എയർപോർട്ടിലേക്ക് റീറൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അവരുടെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിൽ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, 2 ഡ്രോണുകളെ ഞങ്ങൾ ഈ റെസ്ട്രിക്റ്റഡ് എയർ സ്പേസിൽ പറപ്പിച്ചു, എന്നാൽ അത് ഇത്ര വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയായിരുന്നു ഡെൻമാർക്ക് വാർത്തകൾ പുറത്തുവിട്ടത്.
അപ്പോൾ ഈ ബാക്കിയുള്ള ഡ്രോണുകൾ ആരുടേതാണ്? മൊത്തം 5 ഡ്രോൺ അകത്ത് വന്നിട്ടുണ്ട്. അതിൽ 2 ഡ്രോണുകളെ പറപ്പിച്ചതായി ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് 2 മീഡിയം സൈസ് ഡ്രോൺ ആണ്. ലൈസൻസ് ഉള്ള സിവിലിയൻസിന് പോലും ഈ ഡ്രോൺസിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബാക്കിയുള്ള ഈ 3 ഡ്രോൺസ് ആരുടേതാണ്? ഒരു പക്ഷേ ഇവരുടെ ഈ സൈനികർ തന്നെ ഉപയോഗിച്ച ഡ്രോൺസ് ആണോ അത്? മിസ് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനൊരു വലിയ വാർത്തയായി മാറിയതാണോ? ശരിക്കും ഇതിന് പുറകിൽ ആരാണുള്ളതെന്ന് ഇൻവെസ്റ്റിഗേഷന്റെ അവസാനത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. കൂടാതെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ റഷ്യയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഞങ്ങൾ ഇപ്പോഴത്തേക്ക് റഷ്യൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് അന്വേഷിക്കുകയാണ്. ഒരു പക്ഷെ ഇതിന് പുറകിൽ റഷ്യ ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ഭാഗത്ത് ബാൾട്ടിക്കിലെ ന്യൂട്രൽ എയർ സ്പേസിൽ പറക്കുന്ന റഷ്യയുടെ വിമാനത്തെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് ഡെൻമാർക്കിന്റെ എയർപോർട്ടിന് മുകളിൽ ഡ്രോണുകൾ പറന്നു. അങ്ങനെ പറന്ന ഡ്രോണുകളെ പോലും അത് റഷ്യയുടെ ഡ്രോൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുകയാണ്. സത്യത്തിൽ ഇവരെല്ലാവരും ഇപ്പോഴും പാനിക് മോഡിലാണ്. ഒരു 5-6 മാസത്തിന് മുൻപുള്ള വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ പെട്ടെന്ന് ജർമ്മനിയുടെ എയർ സ്പേസിന് മുകളിൽ ഒരു ഡ്രോൺ പറക്കുന്നു. അടുത്ത 5 മിനിറ്റിൽ ആ ഡ്രോൺ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എവിടെ പോയി എന്ന് പോലും അറിയില്ല. ഇങ്ങനെ പെട്ടെന്ന് ഡ്രോണുകളെ ഇങ്ങനെ കാണുമ്പോൾ അത് റഷ്യയുമായി കണക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലൊരു പാറ്റേൺ ആണ് ഇവിടെ വീണ്ടും റഷ്യക്കെതിരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് പിന്നിൽ റഷ്യ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ 2 സംഭവങ്ങളിലും ഒന്ന് മാത്രം ഉറപ്പിക്കാൻ കഴിയും. റഷ്യയുടെ ഒരു ചാരവിമാനം അകത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഒറ്റയ്ക്കൊരിക്കലും പോകില്ല. അതിന് എസ്കോർട്ട് നൽകുന്ന രീതിയിൽ റെഗുലർ മിഷൻസിന് പോകുമ്പോൾ പോലും ചില പ്രത്യേക കിലോമീറ്റർ ദൂരത്തിൽ, ഒരു 50-100 കിലോമീറ്റർ ദൂരത്തിൽ ഒന്നുകിൽ റഷ്യയുടെ Su-30 ഉണ്ടാകും, എസ്കോർട്ട് ചെയ്ത് പോകും. അതല്ല എങ്കിൽ റഷ്യയുടെ Su-35 എസ്കോർട്ട് ചെയ്ത് പോകും. ഇതിന് മുൻപ് സംഭവിച്ച കൂടുതൽ മിഷൻസിലും ഇങ്ങനൊരു പാറ്റേൺ ആണ് റഷ്യ ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം അകത്തൊരു ചാരവിമാനത്തെ അയക്കുകയാണെങ്കിൽ അതിനെ സംരക്ഷണം നൽകേണ്ടതും അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, പെട്ടെന്ന് ഇവരകത്തേക്ക് കടന്ന് എന്തോ ഒന്ന് ചെയ്യുകയാണ്, എയർക്രാഫ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും റഷ്യയുടെ ഏതോ ഒരു ഫൈറ്റർ ജെറ്റ് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇല്ല എന്നൊരിക്കലും പറയാനും സാധിക്കില്ല. Su-57 പോലും എസ്കോർട്ടിനായി അയച്ചിട്ടുണ്ടാകാം. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാനുള്ളൊരു സാധ്യത നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്തെങ്കിലും ഒരു തെറ്റായി സംഭവിച്ചാൽ മാത്രം മതി, മുഴുവൻ ലോകത്തിനെയും യുദ്ധത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇതിനകം ബ്ലാക്ക് സീയിൽ റഷ്യയുടെ വിമാനം ഒരു ഫ്യൂൽ ഡംപ് ചെയ്തത് കൊണ്ട്, അറിയാതെ ചെറുതായി ഒന്ന് തട്ടിയത് കൊണ്ട് മാത്രം അമേരിക്കയുടെ ഡ്രോൺ താഴെ വീണു. ഡ്രോൺ താഴെ വീണതിന് പോലും ഒരു വലിയ എസ്കലേഷൻ നൽകുമെന്ന് വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ആ സമയത്ത് വാക്കുകൾ കൊണ്ടുള്ളൊരു യുദ്ധം തന്നെ സംഭവിച്ചു. ഒരു പക്ഷെ ഇവിടെയും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു. റഷ്യ ചെയ്തതുപോലുള്ളൊരു സ്റ്റണ്ട് മറ്റ് രാജ്യങ്ങൾ ആരെങ്കിലും ഈ വിമാനത്തിൽ ചെയ്ത് അതൊരു ഡിസാസ്റ്ററിൽ ചെന്ന് അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനേ കഴിയില്ല. അപ്പൊ നാറ്റോ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ഇവർക്കുള്ളിലുള്ള ഈ ഒരു പ്രശ്നം പതിയെ പതിയെ കുറച്ചില്ല, അല്ലെങ്കിൽ കുറയ്ക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബാൾട്ടിക് രാജ്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കും, അല്ലെങ്കിൽ ജർമ്മനിയുടെ എയർ സ്പേസിൽ തന്നെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭവം തീർച്ചയായും നടക്കും. മാത്രമല്ല 2-3 പ്രധാനപ്പെട്ട ഗ്രാമത്തെ റഷ്യ പിടിച്ചെടുത്തതായി റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വാർത്ത പുറത്തുവിട്ടു. നിപ്രോവോസ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുന്നുണ്ട്. മറ്റൊരു വീഡിയോയുടെ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കാം. അടുത്തത് ഉക്രൈന്റെ 50th അസോൾട്ട് യൂണിറ്റ്. അവരുടെ പക്കൽ നിന്നും ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വഴി ചില വാർത്തകൾ പുറത്തു വന്നു. ടെലഗ്രാം ഗ്രൂപ്പ് അല്ല, അത് അവരുടെ ലോക്കൽ മീഡിയ പോലെയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ബാറ്റിൽ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് സൈനികരെ ചെന്ന് കണ്ടപ്പോൾ 50th അസോൾട്ട് യൂണിറ്റിലുള്ള സൈനികർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു 50-55 വയസ്സ് തോന്നിക്കുന്ന വ്യക്തികളെ ഉക്രൈൻ ഫ്രണ്ട് ലൈനിലേക്ക് അയക്കുകയാണ്. താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അവരെ നിർബന്ധിപ്പിച്ച് കോമ്പാക്ട് യൂണിറ്റ് ആയിട്ടുള്ള സൈനികരെ അസോൾട്ട് യൂണിറ്റിലേക്ക് അയക്കുന്നുവെന്ന് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം 1800-ലധികം സൈനികരാണ് അവരുടെ ഓൺ യൂണിറ്റ്, മാത്രമല്ല അവർക്ക് തൊട്ടടുത്തുള്ള യൂണിറ്റിൽ നിന്ന് പോലും ഇത്രയേറെ വ്യക്തികൾ പെട്ടെന്ന് വാനിഷ് ആയിട്ടുണ്ട്. അതായത് എനിക്ക് ഈ ജോലിയെ വേണ്ട എന്നും പറഞ്ഞ യുദ്ധക്കളം വിട്ട് തന്നെ അവർ കാണാതായിട്ടുണ്ട്. റഷ്യയുടെ സ്ട്രൈക്ക് കാരണം അവർ കൊല്ലപ്പെട്ടിട്ടില്ല. അതുപോലെ ഉക്രൈനും ഇത്ര പേർ മരിച്ചു എന്നതുപോലുള്ള കണക്കുകളും കാണിച്ചിട്ടില്ല. അപ്പോൾ ബാറ്റിൽ ഫീൽഡ് വിട്ടവർ പിന്നിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാറ്റോ റഷ്യക്കെതിരെയുള്ള ഒരു വലിയ PR പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രോൺ പറന്നാൽ പോലും അത് റഷ്യയുടെ ഡ്രോൺ ആണെന്ന് പറയാൻ തുടങ്ങി. ഇന്ത്യ-പാകിസ്ഥാൻ ക്ലാഷിൽ പോലും ഇത് സംഭവിച്ചിരുന്നു. തൊട്ടടുത്ത ഒരു ഫീൽഡിൽ അഗ്രികൾച്ചറൽ ഡ്രോൺ പറന്നപ്പോൾ അത് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു എന്ന രീതിയിൽ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായി. അതുപോലെ ഇപ്പോൾ എവിടെ ഡ്രോൺ പറന്നാലും റഷ്യ കാരണമാണ് ഇത് സംഭവിക്കുന്നത്, നാറ്റോ എയർ സ്പേസിനുള്ളിൽ റഷ്യ നുഴഞ്ഞു കയറി എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.
കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.